السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. الله سبحانه وتعالى അവൻ്റെ മഗ്ഫിറത്തും അവൻ്റെ മാപ്പും ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മളീ പഠിക്കുന്ന ഇൽമും ഹജ്ജും ഉംറയൊക്കെ നമ്മളെ പാപങ്ങൾ പൊറുക്കാനും പടച്ചവൻ്റെ കാരുണ്യവും കരുണയും ലഭിക്കാനും അള്ളാഹു നിമിത്തമാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ചെലവഴിക്കുന്ന പണം അള്ളാഹുവിൻ്റെ മാർഗത്തിലാക്കി സ്വീകരിക്കട്ടെ. ഈ അടിമ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നാണല്ലോ പറയുന്നത്. നമ്മൾ രണ്ട് വ്യക്തികൾ അടുക്കുക എന്ന് പറയുമ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുക എന്നർത്ഥമുണ്ട്. ഇപ്പോൾ ഞാനും നിങ്ങളും അടുത്തു എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിന് എന്താണ്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നാലും അടുത്തു എന്ന് പറയാം. നിങ്ങൾ മുടിക്കോടുകാരനാണ്, മഞ്ചേരിക്കാരനാണ്, ഞാൻ കൊണ്ടോട്ടിക്കാരനാണ്. നമ്മൾ തമ്മിൽ അടുത്തു എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടിക്കാരൻ മഞ്ചേരിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നാലും അടുക്കും. ഞാൻ മഞ്ചേരിക്ക് വന്നാലും മഞ്ചേരിക്കാരൻ കൊണ്ടോട്ടിക്ക് വന്നാലും അടുത്തുന്നു എന്നൊക്കെ പറയാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് അടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അള്ളാഹു ഇങ്ങോട്ട് അടുക്കുക എന്നർത്ഥമല്ല. ഒരു വിദ്യാർത്ഥി ഉസ്താദുമായിട്ട് അടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വിദ്യാർത്ഥി ഉസ്താദുമായിട്ട് അടുത്തു എന്ന് പറഞ്ഞാൽ ഉസ്താദ് ഇങ്ങനെ ഇങ്ങോട്ട് അടുക്കല്ലോ. വിദ്യാർത്ഥി ആ ഉസ്താദിനെ പോലെ നല്ല അറിവും നല്ല അദബും നല്ല പാണ്ഡിത്യവും നേടി ഉസ്താദിൻ്റെ ആ ദർജയ്ക്ക് അങ്ങോട്ട് കയറി പോകുക എന്നുള്ളതാണ്. വിവരമില്ലായ്മയുടെ പടുകുഴിയിൽ നിന്ന് അറിവിൻ്റെ ഉന്നതിയിലേക്ക് വിദ്യാർത്ഥി ഉയരുമ്പോഴാണ് വിദ്യാർത്ഥി ഉസ്താദിനോട് അടുക്കുക എന്ന് പറയാം. എന്നതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ അറിവും കഴിവുമുള്ളവനാണ്. അപ്പോൾ ഈ അറിവും നമ്മൾ ആർജിക്കുക. അള്ളാഹുവിനെക്കുറിച്ചുള്ള സിഫാത്തുകളെക്കുറിച്ചുള്ള അസ്മാവിനെക്കുറിച്ചുള്ള ഇൻഷാ അല്ലാഹ് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അള്ളാഹുവിൻ്റെ 99 സിഫാത്തുകളെക്കുറിച്ചും ഓരോരോ ക്ലാസ്സുകളായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹജ്ജിന് മുമ്പ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമ്പൂർണമായ അറിവും മഅരിഫത്തും നേടിയിട്ട് പൈശാചികമായ ചിന്തകളെ നമ്മൾ അമർച്ച ചെയ്തിട്ട് ഖഹർ ചെയ്യുക എന്ന് പറയും. നമ്മുടെ തടിച്ചകളെ, ശരീരത്തിൻ്റെ മോഹങ്ങളെ നമ്മൾ ഒതുക്കിയിട്ട് നമ്മുടെ മനസ്സിനകത്തുള്ള മോശപ്പെട്ട സ്വഭാവം, അഹങ്കാരം, കിബർ, അസൂയ, ഇതൊക്കെ മനുഷ്യൻ പടുകുഴിയിലാണ് എന്നതിൻ്റെ തെളിവുകളാണ്. അഹങ്കാരവും അസൂയയും ദേഷ്യവും വെറുപ്പും പകയും ബഹുമാനിക്കേണ്ടവരോടുള്ള ബഹുമാനമില്ലായ്മയും മനുഷ്യന്മാരെ നിന്ദിക്കുക, ആൾക്കാരെ ചെറുതായിക്കാണ്, കുടുംബത്തിൽ ഞാൻ വലിയ ആളാണെന്ന് തോന്നുക, പൈസ കൊണ്ട് ഞാൻ വലിയ ആളാണെന്ന് തോന്നുക. ഞാനിപ്പോൾ അൽ-കഹ്ഫ് സൂറത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം അതാണ്. ഒരു മുതലാളിയുടെയും പാവപ്പെട്ടവൻ്റെയും കഥയാണ് അൽ-കഹ്ഫ് സൂറത്തിൽ പറയുന്നത്. നിങ്ങൾ കേൾക്കലുണ്ടാകും നൂറുൽ ഖുർആനിൽ. അപ്പോൾ ഇത്തരം ദുസ്വഭാവങ്ങളൊക്കെ ഒതുക്കിയാലേ പടച്ചോനത്ത് കടക്കാൻ കഴിയുള്ളൂ. അല്ലാതെ അസൂയക്കാരനെ മുമ്പ് ഒരിക്കൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ. അഹങ്കാരിയായ മനുഷ്യനെ, അഹങ്കാരിയെയും അസൂയക്കാരനെയും അള്ളാഹു സ്വർഗ്ഗത്തു നിന്ന് ഇറക്കി വിട്ടതാണ്. ശൈത്താനെ ആദമിന് സുജൂദ് ചെയ്യേ. അപ്പോൾ ഞാനാരാ? ഒരാളെ കീഴിൽ. അപ്പോൾ അള്ളാഹ് പറഞ്ഞ് കേൾക്കാനാവില്ല എന്നർത്ഥം. വേറൊന്നുമില്ല, വിശദീകരണമല്ല പോന്ന് പറഞ്ഞ്. നമ്മുടെ സ്വന്തം തടിച്ചകൾക്ക് വഴിപ്പെട്ടതിൻ്റെ പേരിലാണ് നമ്മളെ വാപ്പി ഇങ്ങോട്ട് പോകുന്നത് അലൈഹിസ്സലാം അല്ലേ. ഇഷ്ടംപോലെ സ്വർഗത്തിൽ സുഖം. മനുഷ്യൻ്റെ ഒരു രീതി അങ്ങനെയാണ്. എത്ര സുഖം ഉണ്ടായാലും വേറെ സുഖം കിട്ടുമോയെന്ന് അന്വേഷിക്കും. സ്വർഗത്ത് നിൽക്കുന്ന ആളോട് ഇപ്പോൾ ആ മരത്തുമെന്ന് പറിക്കണ്ട എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ മതിയല്ലോ, ഒരു നഷ്ടമില്ലല്ലോ. ഇഷ്ടംപോലെ മരങ്ങളുണ്ടല്ലോ. ലാ തഖറബ ഹാദി, ഈ മരത്തിൻ്റെ അടുത്തേക്ക് പോരുന്നേ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗത്തിൽ ഇഷ്ടംപോലെ സുഖ സൗകര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളൊക്കെ സ്ഥിതി അതന്നെയാണ്. നമ്മളൊക്കെ സ്ഥിതി അതാണ്. അപ്പോൾ എന്തു ചെയ്യും? വേറെ സുഖം തേടിപ്പോകും നമ്മൾ. അപ്പം അങ്ങനെ തേടിപ്പോകുമ്പോഴാണ് ആദം നബി അലൈഹിസ്സലാം തേടിപ്പോയപ്പോഴാണ് പിശാച് തന്നെയാണ് ഭയപ്പിച്ചത് സ്വർഗത്തു നിന്ന് പോരേണ്ടി വന്നത്.
അപ്പോൾ ഈ തടിച്ചകളെ നമ്മൾ ഒതുക്കുമ്പോൾ വീണ്ടും നമുക്ക് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അപ്പോൾ നമ്മുടെ നാവും നമ്മുടെ ഗുഹ്യസ്ഥാനവും നമ്മുടെ കണ്ണും നമ്മുടെ ശരീരങ്ങളൊക്കെ ഇത്തരം ദുസ്വഭാവങ്ങളെ തൊട്ട് പരിശുദ്ധമാക്കി പൈശാചികമായി പിശാച് അന്ന് നമ്മളെ തോൽപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി പിശാചിനെ തോൽപ്പിക്കാൻ പറ്റണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ അടിമ അള്ളാഹുവിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നെ പറഞ്ഞു വെച്ചത്, നമ്മളിപ്പോൾ ഒരു വിദ്യാർത്ഥി ഉസ്താദിൻ്റെയൊക്കെ അടുത്തേക്ക് അടുക്കുക എന്നുള്ളതിനൊരു പരിധിയുണ്ട്. പക്ഷേ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതിന് പരിധിയില്ല. കാരണം അള്ളാഹുവിൻ്റെ ഇൽമ അത്രയും വിശാലമാണ്, അള്ളാഹുവിൻ്റെ മഅരിഫത്ത് അത്രയും വിശാലമാണ്, അവൻ്റെ അധികാര കേന്ദ്രം അത്രയും വിശാലമാണ്. അതിനൊരു അറ്റല്ലാത്ത ഒരു ലോകമാണത്. പടച്ച റബ്ബിലേക്ക് ഇങ്ങനെ പോകാൻ ഒരുപാട് മറകൾ ഇങ്ങനെ നീക്കി പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ പോയാൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് മറകളുണ്ട്. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്ത തെറ്റുകുറ്റങ്ങൾ കാരണമായി അവരുടെ ഹൃദയത്തിൽ കരി പുരണ്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കറ പുരണ്ടിട്ടുണ്ട്, കറുത്ത പാടുകൾ വന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ കറുത്ത പാടുകൾ എന്തൊക്കെയാണ്? അതൊക്കെ നമ്മുടെ ഹൃദയം ഇങ്ങനെ കണ്ണാടി പോലെയാണ് ഹൃദയം എന്നാണ് പറയുന്നത്. കണ്ണാടിയിൽ നോക്കിയാൽ കാണണമെങ്കിൽ ഇവന് പൊടിയില്ലാതാക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒരു സാധനം കണ്ണാടിന് അത്ര വില കൊടുത്ത് വാങ്ങിയിട്ടും കാര്യമല്ല. നിങ്ങളത് 2 ദിവസം റോഡ് സൈഡിൽ വെച്ചു, പൊടി പാറുന്ന സ്ഥലത്ത് വെച്ചാൽ പിന്നെ നിങ്ങളിത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കണ്ണാടി എത്ര വലുതായിട്ടും കാര്യമില്ല, കണ്ണാടി എത്ര വില കൂടിയതായിട്ടും കാര്യമില്ല. അത് പ്രശ്നം കണ്ണാടിയുടെ പ്രശ്നമല്ല, പിന്നെ അതിൽ നോക്കുന്ന ആളെ പ്രശ്നമല്ല. അതിൻ്റെ ഇടയിൽ എന്തായിട്ടുണ്ട്? പൊടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഹൃദയം ശുദ്ധീകരിക്കുക. ആ ഹൃദയം ശുദ്ധീകരിക്കുന്നത് കണ്ണാടിയിലെ ആ പൊടി തുടച്ചു കളയുന്നതിന് തുല്യമാണ്. പൊടി തുടക്കലോടുകൂടി എന്ത് ചെയ്യും? ആളുകളതിൽ നോക്കിയാൽ കാണും, അതിലൂടെ പോകുന്ന ആളുകളെ കാണാൻ പറ്റും, വാഹനങ്ങളെ കാണാൻ പറ്റും, മറ്റുള്ള ആൾക്കാരെ കാണാൻ പറ്റും, ഭൂമി മുഴുവനും കാണാൻ പറ്റും. ഈ വലിയൊരു ഭൂമിയെ എന്ത് ചെയ്യാൻ പറ്റും? ചെറിയൊരു കൊച്ചു കണ്ണാടിയിൽ ഒതുക്കാൻ പറ്റും അല്ലേ? ഒരു വലിയ ഭൂമി, ഒരു വലിയ വീടൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാറില്ലേ മൊബൈലിൽ? മൊബൈൽ എത്ര ചെറുതാണ്, പക്ഷെ ആ വീട് വലിയ വീട് ഈ ചെറിയ മൊബൈലിൻ്റെ ഉള്ളിൽ ഒതുങ്ങുകയാണ്. നമ്മളെത്ര വലിയ മനുഷ്യന്മാരാണ്, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ കറ നമ്മൾ നീക്കിക്കളഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവന് ഹൃദയം കൊണ്ട് കാണാൻ പറ്റും. അള്ളാഹു വലിയവനാണ്, അള്ളാഹു അക്ബർ, അള്ളാഹു അഅസ്, അള്ളാഹു അജൽ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനാണെന്ന് എങ്ങനെയാണ് ഇപ്പോൾ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനാവുക. അതെങ്ങനെ അറിയാം? അതിന് ഫഅഖൂൽ യുസ്തദു അലൈഹി അലാമാത്തി, അതിന് കുറച്ച് അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു സമാധാനമൊക്കെ കിട്ടും. കാരണം അത് അത്ര എളുപ്പമുള്ള അടയാളമൊന്നുമല്ല. വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാഹ്, അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹു, അള്ളാഹുവിനെ പരീക്ഷിക്കും. സുഖം പോകും കുറേയൊക്കെ. അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹു, അള്ളാഹു അയാളെ പരീക്ഷിക്കും. ഫൈദാ ഹബ്ബഹുൽ ഹബ്ബൽ ബാലിഗ, അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടാൽ, ഇഷ്ടം കൂടൂലേ? നമുക്കെല്ലാവരോടും ഒരേമാതിരി അല്ലല്ലോ ഇഷ്ടം. അങ്ങനെ വല്ലാതെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ യഖ്തനാഹു, അള്ളാഹു അവനെ യഖ്തിനാ ചെയ്യും. അപ്പം നബിനോട് ചോദിച്ചാൽ, അല്ല വമഖ്തനാഹു യാ റസൂലല്ലാഹ്, എന്ത് യഖ്തിനാ ചെയ്യുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലം യത്രുക് ലഹു അഹ്ലൻ വലാ മാലൻ, പിന്നെ അവൻ അള്ളാഹു മക്കളെയും ബാക്കി വെക്കൂല, സമ്പത്തും ബാക്കി വെക്കൂല. ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എല്ലാവരും അങ്ങനെയാണെന്നല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള, ഇഷ്ടപ്പെട്ടു എന്നുള്ളതിനുള്ള ഒരടയാളമാണ് അള്ളാഹു മക്കളെയും കുടുംബത്തെയും ബാക്കി വെക്കൂല എന്നുള്ളത്. അശദ്ദുന്നാസി ബലാഅൻ, ജനങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിടുന്നവർ അൽ-അംബിയാ, നബി തങ്ങൾ പറഞ്ഞു അംബിയാക്കളാണ്. സുമ്മ സ്വാലിഹൂൻ, പിന്നെ സ്വാലിഹീങ്ങളാണ്. വസിദ്ദീഖീന വസ്സാലിഹൂൻ, അംബിയാക്കൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ താഴോട്ട് വരും.
അപ്പോൾ നമ്മൾ ഈ പൈസയും മക്കളും സൗകര്യങ്ങളൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന വസ്തുക്കളാണല്ലോ. നമ്മളെല്ലാ സമയത്തെ ചിന്ത അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ അള്ളാഹ് അങ്ങോട്ട് വിചാരിക്കും, അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി ഈ സാധനം അങ്ങോട്ട് തൽക്കാലം ഒഴിവാക്കി കളയാം, ഈ പൈസ അങ്ങോട്ട് ഒഴിവാക്കി കളയാം, അല്ലെങ്കിൽ ഒരു മക്കളങ്ങോട്ട് ഒഴിവാക്കി കളയാമെന്ന് കരുതും, അല്ലെങ്കിൽ ഭാര്യനെ അങ്ങോട്ട് ഒഴിവാക്കി കളയാം, ഭർത്താവിനെ കൂടെ ഒഴിവാക്കി കളയാം. ഇത് ഒഴിവാക്കിയ ആൾക്കാരെല്ലാവരും നല്ലപോലെ നടത്തം വെക്കരുതുള്ളൂ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കാഫിര്യങ്ങളായ ആളുകൾക്ക് ഒരു പൈസ ഇല്ലാത്തവരും മക്കളൊക്കെ മരിച്ചു പോണവരും ഇല്ലേ, ഫാസിഖീങ്ങായ ആൾക്ക് മരിച്ചു പോലെ, അത് വേറെ. ഒരു അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരടിമ, നബിമാർ, സ്വാലിഹീങ്ങൾ, സുദ്ദീഖീങ്ങൾ, എങ്ങനെ ഉള്ള ഒരാളോട് അള്ളാഹു താലാക്ക് ഒരു ഇഷ്ടം പിന്നെ കാണിക്കൽ, അങ്ങനത്തെ ആൾക്കാരെ പരീക്ഷിക്കുമ്പോഴാണല്ലോ അയാൾ പിന്നെ അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടി കാരണക്കാരനാകും. കുട്ടികളെ മരിപ്പിക്കും, ഭാര്യമാരെ മരിപ്പിക്കും, ഭർത്താക്കന്മാരെ മരിപ്പിക്കും, ആപ്പാരിമാരെയൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇതാണ് പരീക്ഷണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്താ ബാക്കിയുണ്ടായത്? ഞങ്ങൾ എത്രയോ ദിവസങ്ങൾ കാരയ്ക്കും വെള്ളവും മാത്രം കഴിച്ചിട്ട് ജീവിച്ചിട്ടുണ്ട് എന്ന് മഹദി സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ലേ? നബി തങ്ങൾക്ക് 7 മക്കളുണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോൾ ഒരു കുട്ടി മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മരിച്ചു പോയില്ലേ, വഫാത്തായി പോയില്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മാത്രമല്ലേ ഉണ്ടായത്. അപ്പോൾ ചില ആൾക്കാർക്ക് 2 പോകും, ചില ആൾക്കാർക്ക് 1 പോകും. പൈസ തീരെ ഉണ്ടാവില്ല, മക്കളൊക്കെ ഉണ്ടാവും, പക്ഷേ പൈസ ഇല്ലായ്മ കൊണ്ട് വലിയ പരീക്ഷണം. അപ്പോൾ അത് ചില ആൾക്കാർ അള്ളാഹുവിനെ ഓർക്കാനുള്ള കാരണമായിട്ടാണ് അത് കാണുക, അള്ളാഹുവിനെ ഓർക്കാനുള്ള കാരണമായിട്ടാണ് കാണുക. ചില ആൾക്കാർ അള്ളാഹിനെ തള്ളാനുള്ള കാരണമായിട്ടാണ് കാണുക. പരീക്ഷണം, ശാരീരികമായ പരീക്ഷണം പരീക്ഷിക്കുന്ന പറഞ്ഞത്. ചിലപ്പോൾ സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും. വല നബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ പരീക്ഷണത്തിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന ഇനങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കി, നിങ്ങൾ ബേജാറാക്കണ്ട. എന്തോ അതൊരു സൗഭാഗ്യമായിട്ട് കാണുക, അള്ളാഹിനെ സ്തുതിക്കാനുള്ള. വല നബലുവന്നക്കും, നിങ്ങൾ അറബി ഭാഷ പഠിച്ചിട്ടില്ലേ? അതിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വല നബലുവന്നക്കും, നബുലൂക്കും എന്ന് പറയാതെ വല നബുലുവന്നക്കും, അള്ളാഹുവിനെയാണ് സത്യം, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. യഥാർത്ഥ മുഅ്മിനീങ്ങളോടാണ് ഈ പറയുന്നത് കേട്ടോ, കാഫിരീങ്ങളോടല്ല. ബിശൈഇൻ മിനൽ ഖൗഫ്, ചിലപ്പം നല്ല ഭയം. ഫലസ്തീനികളൊക്കെ നേരിടുന്നൊരു വിഷയം അതാണ്. ഇസ്രായേലിനെ ഭയക്കണം, അമേരിക്കനെ ഭയക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പലരും, നമുക്കിപ്പോൾ സുഖം മലപ്പുറം ജില്ലയിലും കേരളത്തിലൊക്കെ ഇന്ത്യയുടെ പല ഭാഗത്തും വർഗീയവാദികളെ പേടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ. എപ്പോഴാണ് അവരെ വീട് ചുട്ടുപോവുക, അവരെ ഷോപ്പ് എപ്പോഴാണ് കത്തിക്കുക, അവരെ കമ്പനി എപ്പോഴാണ് പൊളിക്കുക, അവരെ സ്ഥാപനത്തിൽ എപ്പോഴാണ് റെയ്ഡ് നടക്കുക, പേടി തന്നെ. ബാക്കിയൊക്കെ ഉണ്ടാകും, ഈ പേടി. തൻ്റെ അക്കൗണ്ട് എപ്പോഴാണ് ഫ്രീസ് ചെയ്യുക, പേടിയിലാണ് മുതലാളിമാരൊക്കെ. ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. ഇപ്പോൾ ഒരു വിശപ്പൊന്നും അല്ലാതല്ല എന്ന് പറയാം. നമ്മുടെ വാപ്പാരെയും വലിയാപ്പാരെയും കാലത്ത് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടൊരു സമൂഹമായിരുന്നു. ഭക്ഷണം ഉണ്ടാവില്ല, എന്തൊക്കെയോ ഒക്കെ കഞ്ഞി വെച്ചിട്ടും കപ്പ പൊഴുങ്ങിയിട്ടും ജീവിച്ച, പുണ്ണാക്ക് തിന്നിട്ടൊക്കെ ജീവിച്ച ആൾക്കാരാണ്. എൻ്റെ ഉസ്താദുമാരുടെ കൂട്ടത്തിലൊക്കെ അങ്ങനെ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് പിണ്ണാക്ക് കഴിച്ചൊക്കെ കിതാബ് പഠിച്ച ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉസ്താദൊക്കെ. അപ്പോൾ പിണ്ണാക്ക് ആർക്കും വേണ്ടല്ലോ, മൃഗങ്ങൾക്ക് പോലും കൊടുക്കാൻ മൃഗമല്ല. ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം, വൽ ജൂഇ, വിശപ്പ്, വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തികമായ കുറവ്, വൽ അൻഫുസ്, ശാരീരിക കുറവ്. ശാരീരിക കുറവ്, മക്കൾ മരിച്ചു പോവുക, ബന്ധപ്പെട്ടവർ മരിച്ചു പോവുക, ശരീരത്തിന് വലിയ രോഗങ്ങൾ വരിക,
വബശ്ശിരി സ്വാബിരീൻ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ക്ഷമിക്കുന്ന ആളുകൾക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിച്ചാളെ. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാനാണ് അള്ളാഹു പറയുന്നത്. അവരൊക്കെ അള്ളാഹു സ്വാബിർ എന്നൊരു പേര്, ആളുകളും പറയണം നല്ല ക്ഷമയാണ് അയാൾക്ക് എന്ന് പറയുന്ന രീതിയിൽ എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണം അള്ളാഹ്ക്കിനോട് ഇഷ്ടമായിട്ടായിരിക്കുമെന്ന് വിചാരിക്കുക, അതിൽ നേരിടുക. അള്ളാഹു നമ്മളെ പരീക്ഷണങ്ങളൊക്കെ സഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല ഈമാനുള്ള ആൾക്കാർക്ക് ക്ഷമിക്കാൻ കഴിയുള്ളൂ. അള്ളാഹു അവൻ്റെ അജ്ഞല ഖലായിൽ നമുക്ക് വല്ല പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈമാൻ കുറഞ്ഞാണ്. അള്ളാഹുവെ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ റബ്ബേ. ഇത്തരം പരീക്ഷണങ്ങളൊന്നും സഹിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. നിൻ്റെ മഹലായ ഫദൽ കൊണ്ട് നീ ഞങ്ങളെ ഇഷ്ടപ്പെടണമേ റഹ്മാനെ. അപ്പം അങ്ങനെയാണ് സംഭവം. ഈസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, മൂപ്പരിങ്ങനെ നടന്നു പോകുന്ന ആളായിരുന്നു, എപ്പോഴും വണ്ടിക്കൊന്നും പോകില്ല. അപ്പോൾ അവരോട് നിങ്ങൾക്കൊരു കഴുതനെ വാങ്ങിക്കൂടെ യാത്ര ചെയ്യാനെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ പടച്ചോനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ഒരു കഴുത ഉണ്ടായ പിന്നെ ആ കഴുതനെക്കുറിച്ച് ആലോചിക്കണ്ടേ. അപ്പോൾ അള്ളാഹു ഉണ്ടാകുമ്പോൾ ആ കഴുതനെക്കുറിച്ച് ആലോചിക്കുക എന്നല്ല എനിക്ക് വിചാരിച്ചുകൂടാവും. ഒരു കഴുതേ ഇത്ര മോശമാണ്, അള്ളാഹ് അതിനേക്കാളൊക്കെ വലുതാ. അപ്പോൾ ഞാൻ കഴുതനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ലാന്ന് എഴുതിയിട്ടാണ് ഞാൻ നമുക്കൊന്നും പദവിക്ക് എത്തൂല കേട്ടോ. നമുക്കിപ്പോൾ ഒരു കാറ് വാങ്ങിയാൽ നമ്മൾ പലപ്പോഴും കാറിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കൂലേ. അപ്പോൾ മൂപ്പര് ചിന്തിക്കണപ്പോൾ ഞാൻ കഴുതനെ വാങ്ങിയവനെ കഴുതനെ ചിന്തിക്കണ്ടേ, എനിക്ക് അള്ളാഹു അല്ലേ വലുത് എന്ന്. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നൊരു പരീക്ഷണം, അള്ളാഹു താല അടിമയെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹു പരീക്ഷിക്കും, ഫൈൻ സ്വബറ പരീക്ഷിച്ചാൽ അവൻ ക്ഷമിച്ചാൽ ഇജ്തബാഹു അള്ളാഹു അവനെ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞാൽ അവന് ഒരു പ്രത്യേക പദവി നൽകും. ഫൈൻ റളിയ അങ്ങനെ അപ്പോഴും അവൻ തൃപ്തിപ്പെട്ടു. ക്ഷമിക്കുക, തൃപ്തിപ്പെടുക, രണ്ട് പദവിയുണ്ട്. പരീക്ഷണങ്ങളിൽ ആദ്യത്തെ ഘട്ടം ഏതാണ്? ക്ഷമിക്കലാണ്. പിന്നത്തെ ഘട്ടമാണ് ഭയങ്കര സന്തോഷം, തൃപ്തി, ഒരു പരാതിയില്ല. അള്ളാഹു താല നൽകിയ ഈ പരീക്ഷണങ്ങളിലൊക്കെ വല്ലാത്ത തൃപ്തി. എങ്ങനെ തൃപ്തി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി തരാം? നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുമ്പോൾ നമുക്ക് തൃപ്തി ഉണ്ടാവില്ലേ? നമുക്ക് മക്കളുണ്ടാകുമ്പോൾ നമുക്ക് തൃപ്തി ഉണ്ടാവില്ലേ? ആ തൃപ്തി പോകുമ്പോഴും ഉണ്ടാവുക. നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല തൃപ്തി ഉണ്ടാവില്ലേ? ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴും തൃപ്തി ഉണ്ടാവുക. തൃപ്തി എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മുടെ ഏതൊരു സഹാബിൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ട്. ഒരു കുട്ടി മരിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. തന്നവും പഠിച്ചോൻ കൊണ്ടുപോയതും പഠിച്ചോൻ്റെ പ്രവൃത്തിൻ്റെ മേലെ ഞാൻ അള്ളാഹനെ സ്തുതിക്കണ്ടേന്നാണ് മൂപ്പര് പറഞ്ഞത്. എങ്ങനെ ഇപ്പം നമുക്ക് പൈസ തന്നു, അള്ളാഹു തന്നതിൻ്റെ പേരിൽ നമ്മൾ അള്ളാഹനെ സ്തുതിക്കുന്നു. ഞാൻ പൈസ എടുത്ത് കളഞ്ഞു, അപ്പോൾ അള്ളാഹനെ സ്തുതിക്കുന്നു. കാരണം അള്ളാഹിൻ്റെ പ്രവൃത്തികളൊക്കെ പ്രശംസിക്കപ്പെടുന്നതല്ലേ, അള്ളാഹുവിനെ ആക്ഷേപിക്കാൻ പാടില്ലല്ലോ. അള്ളാഹു അവൻ്റെ എല്ലാ പ്രവൃത്തികളിലും പ്രശംസിക്കപ്പെടേണ്ടവനാണ്. അള്ളാഹു ന്യൂനതയില്ലാത്തവനാണ്, അവനെ ആക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അൽഹംദുലില്ലാഹ്. അങ്ങനെ തൃപ്തിപ്പെട്ടാൽ ഇസ്തഫാഹു അള്ളാഹു അയാളെ സ്വഫിയാക്കും. അപ്പോൾ വഖാല ബഅദുൽ ഉലമായി, പണ്ഡിതന്മാർ പറഞ്ഞു, ഇദാ റഅയ്തക തുഹിബ്ബുഹു വറഅയ്തുഹു യബ്തലീക. ഇത് അള്ളാഹിനോട് നമ്മളെ മനസ്സിൽ ഇത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഈ പരീക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വറഅയ്തുഹു യബ്തലീക, ആ സന്ദർഭത്തിൽ അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നുമുണ്ടെങ്കിൽ, അല്ലാതെ എല്ലാവരും പരീക്ഷിക്കുന്ന ആൾക്കാർക്ക് പല അർത്ഥത്തിനാണ് പരീക്ഷിക്കുന്നത്. അള്ളാഹുവിനോട് നിങ്ങൾക്ക് വല്ലാത്ത മഹബത്തുണ്ട്, അതിൻ്റെ കൂടെ ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട, ഞാൻ അപ്പോൾ പടച്ചോൻ എത്രയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് പടച്ചോൻ ഇന്നെന്താ അങ്ങനെ പരീക്ഷിക്കണം, അങ്ങനെ ചിന്തിക്കരുത്. ഫാലം അപ്പം ചിന്തിക്കേണ്ടത് അന്നഹു യുരീദു യുസാഫിയാക്ക, നിന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് നീ അർഹനാണ് എന്ന വിധത്തിൽ നിന്നെ ശുദ്ധി ചെയ്തെടുക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായി നീ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ അള്ളാഹു നിന്നെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ ആണ് നിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നീ തിരിച്ചെടുക്കുക. നീ വെണ്ണ കിട്ടണമെങ്കിൽ ശരിക്കും ആട്ടണമല്ലോ ചക്കിൽ, കൊപ്പര എണ്ണയാവണമെങ്കിൽ. അപ്പോഴല്ലേ പാല് വെണ്ണയാകണമെങ്കിൽ, നെയ്യാകണമെങ്കിൽ അതിനൊരുപാട് പണിയെടുക്കണം. അതിന് പാല് ഒരുപാട് മർദ്ദനം സഹിക്കണം. കൊപ്പര
ഒരുപാട് എഞ്ചിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ചതയണം. അപ്പം എന്തോ നല്ല ശുദ്ധമായ സാധനം കിട്ടും. അങ്ങനത്തെ ഒരു ശുദ്ധീകരണ പ്രയത്നത്തിലാണ് നീ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഒരു പേടിയുണ്ട് ദ്വാരക്കാൻ, കാരണം പരീക്ഷണം വരുന്നു പേടിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആവേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അവൻ്റെ പരീക്ഷണങ്ങളിൽ സംതൃപ്തിയോടുകൂടി അതൊക്കെ നേരിടാൻ, അള്ളാഹിൻ്റെ ഖദായിൽ പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് അതിനെ നേരിടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവൻ്റെ സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും സജ്ജനങ്ങളിലും അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തരുത്. നമുക്കവിടെ പറഞ്ഞാൽ മതി സ്വാലിഹ്, സജ്ജനം, സിദ്ദീഖ്, മുത്തഖി എന്നൊക്കെ. അതൊക്കെ വലിയ വലിയ പദവിയാണ്. അതിന് അതിൻ്റെതായ പ്രയാസവും അതിൻ്റെതായ ചില കടമ്പകളും അതിൻ്റെതായ ചില സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ മുഹിബ്ബീങ്ങളെ സ്റ്റെപ്പിൻ്റെ ഭാഗമാണ് ഈ പറയണത്. കുറേ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരിക എന്നുള്ളത്. എനിക്ക് നല്ല ഈമാൻ വേണം. അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.